ആഷിഖിന് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാൻ ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കുറേയും കൂടിയും 2 ദിവസത്തിന് ശേഷം, ചർച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി കാര്യങ്ങളുടെ മാറ്റം വന്നിട്ടുണ്ട്. ഇറാൻ US ചർച്ച 2ാം ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യം പല ആളുകളും, പല പത്രങ്ങളും, പല മാധ്യമങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നൊരു ഭീതി നിലവിലുണ്ട്. എബ്രഹാം ലിങ്കൺ കപ്പലോടെ കപ്പൽപ്പട വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ ഇറാൻ തയ്യാറാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മിസൈൽ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അത് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രദേശത്ത് ആ റീജിയണലായിട്ടുള്ള ചില ഇടപെടലുകളിൽ ഇറാൻ നടത്താൻ പാടില്ല എന്ന് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ അവരുടെ നിലപാട് കുറേ കൂടെ ശക്തമാണെന്ന് തോന്നുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ലോകം ഇപ്പോൾ ആലോചിക്കുന്നത് ഇനിയൊരു യുദ്ധം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത് അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല യുദ്ധം ഉണ്ടാകില്ല എന്നുള്ളത്. കാരണം തീരുമാനങ്ങൾ വരുന്ന സോഴ്സുകളുടെ ലൈൻ, അവരേത് തരത്തിലാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പുറത്തു നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അനുമാനിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിലവിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, US ഇതിന് മുമ്പ് ശ്രമിച്ചിരുന്നത് ഇറാനിലെ റെജീം ചേഞ്ച് കൊണ്ടുവരാനാണ്. റെജീം മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിലവിൽ അതേ റെജീമുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ റെജീമിനെ വീണ്ടും ലെജിറ്റിമൈസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. നിലവിലുള്ള റെജീമിനെ ലെജിറ്റിമൈസ് ചെയ്യാണ് അവരുമായിട്ട് ചർച്ച. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പരോക്ഷമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള അതിലൊരു ട്രാപ്പ് ഉണ്ട്. അപ്പോൾ റെജീമിൻ്റെ ലെജിറ്റിമസി ഇറാൻ ഉറപ്പുവരുത്തി, ഒന്ന് ഈ ചർച്ചകളിലൂടെ. 2, അതിലൊരു ലോജിക്കൽ പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടിട്ട് ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള പദമാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ 3 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും മായ്ച്ചു കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു അവകാശപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ യുറേനിയം ഇല്ലാതെ ഇനി സമ്പുഷ്ടീകരണം നിർത്തി വെക്കണം എന്ന് പറയുന്ന ചർച്ചയുടെ ആവശ്യം എന്താണ്? അപ്പം ഇങ്ങനെയുള്ള ചില ലോജിക്കൽ പ്രശ്നങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് 2 ദിവസം മുമ്പാണ് ഇറാനിയൻ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള മഹ്മൂദ് നബവിയൻ എന്ന് പറയുന്ന ഒരു കക്ഷി, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, വളരെ ഓതൻറ്റിക് ആയിട്ടാണ് അദ്ദേഹം സോഴ്സുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത്, ഒരു പ്രദേശത്തെ ഈ റീജിയണിലുള്ള മറ്റൊരു തേർഡ് കൺട്രി വഴി ട്രംപിൻ്റെ ഒരു പ്രപ്പോസൽ, ഈ നെഗോഷിയേഷൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഹിറ്റ് ചെയ്യാം, നിങ്ങൾ സിംബോളിക്കായിട്ട് റീറ്റാലിയേറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് ഓവർ, അങ്ങനെ ഒരു നാടകം അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലോമസി, ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി ചെയ്യാനുള്ള ട്രംപിൻ്റെ മെസ്സേജ് ദൂതൻ വഴി അവർക്ക് കിട്ടുന്നു. പകരം ഇറാൻ കൊടുത്ത മറുപടിയായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഓരോ ഹിറ്റിനും 3000 മുതൽ 4000 വരെ US സോൾജിയേഴ്സിനെ ഞങ്ങൾ തിരിച്ച് ഹിറ്റ് ചെയ്യും എന്നുള്ള മറുപടിയാണ് അവർ കൊടുത്തത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ പല ഡെവലപ്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓൾ ഓവർ ഈ സംഭവ വികാസങ്ങൾ നമ്മളിങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ഇതിൽ ഗുണം കിട്ടുന്നത് സത്യത്തിൽ ഇറാനാണ് എന്നാണ് ഈ ഒരു അനാലിസിസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇറാന് സമയം കൂടുതൽ നീട്ടിക്കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത്, ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്യാം, ഔദ്യോഗികമായിട്ട് വന്നതല്ല, ദൂതന്മാർ വഴി പറയുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട്, ഇപ്പോൾ ജെറൂസലേം പോസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ചാനൽ 14 പോലെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡൈല്യൂട്ട് ചെയ്യാം, പക്ഷേ ഇറാന് മുകളിലുള്ള മുഴുവൻ സാങ്ഷനും US ലിഫ്റ്റ് ചെയ്യണം. നിലവിലുള്ള എല്ലാ സാങ്ഷൻസും, ഇപ്പോൾ കഴിഞ്ഞ ചർച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഡീഷണൽ സാങ്ഷൻ, ഉപരോധം US ഇറാൻ്റെ മേലും വ്യക്തികളുടെ മുകളിലും ബിസിനസ്സിൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാൻ അനുഭവിക്കുന്ന ചില ക്രൈസിസുകളുണ്ട്, ഇൻറ്റേർണൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക മാന്ദ്യമുണ്ട്, പണപ്പെരുപ്പുണ്ട്, മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അൺറസ്റ്റുകളുണ്ട്, ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അത് റജീമിനെതിരെയുള്ളൊരു വികാരമായി നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള ഒരു സ്റ്റെബിലിറ്റി, ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റി ഇറാന് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ
ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ അൺറസ്റ്റുകളെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടും റജീമിന് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ചെറിയൊരു സമയം കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരു താല്പര്യം നിലവിലുണ്ടാകുക. ആ സമയം അവർ നേടിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം നിലവിൽ 2019 ട്രംപിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇറാനിയൻസ് നെവർ വൺ എ വാർ ബട്ട് ദ നെവർ ലോസ്റ്റ് എ നെഗോഷിയേഷൻ ടേബിളിൽ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഇറാൻ തോറ്റുപോകാറില്ല. നിലവിലുള്ള 2015 ഒബാമ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇറാൻ ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു, JCPOA, ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ആ കരാറിൽ നിന്ന് US പിന്മാറാൻ ട്രംപ് ഒന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ഈ കരാർ നള്ളിഫൈ ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് മുഴുവൻ ഇറാൻ അനുകൂലമായ കരാറാണ്, ഇതെന്തിനാണ് നമ്മൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പറയും നള്ളിഫൈ ചെയ്യുക. അത് നിലനിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 12 ഡേ വാർ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അത് അന്ന് നള്ളിഫൈ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്ത ഒരു തെറ്റായിട്ട് അവർക്ക് നിലവിൽ ഫീൽ ചെയ്യുന്നത്. വീണ്ടും ചർച്ചയിലേക്ക് അവർ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക്കലി ഇറാൻ ഒരു അപ്പർ ഹാൻഡ്, ഒരു മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ലൈനിൽ മറ്റുള്ളവർ വരേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ പ്രദേശത്ത് റീജിയണിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമവാക്യങ്ങളിലെ മാറ്റങ്ങൾ അത് ഭയങ്കരമായി അന്താരാഷ്ട്ര രംഗത്തെ സമവാക്യങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ അനുഭവിക്കുന്ന കുറേ ക്രൈസിസുകൾ ഇതിലുണ്ട്. US ബേസിക്കലി US-ൻ്റെ ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യങ്ങളിൽ, US-ൻ്റെ ഒരു രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിൽ US-ൻ്റേത് അല്ലാത്ത താല്പര്യങ്ങളിൽ പ്രയോറിറ്റി മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നമ്മളുടെ പ്രയോറിറ്റികളെ മറികടക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇന്റേണലി ഭയങ്കരമായിട്ട് അവിടെ പിന്നെ ഇസ്രായേലിൽ അങ്ങനത്തെ ഒരു അല്ല US കാരണം ഇത് ബേസിക്കലി ഇത് ഇസ്രായേലിൻ്റെ താല്പര്യമാണ്. ഇറാൻ ഈ റീജിയണിൽ ഒരു ത്രട്ടായി വരുന്നു, ഞങ്ങൾക്ക് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ, അവരുടെ പ്രോക്സീസ്, പ്രൊട്ടസ്റ്റേഴ്സിനെ പിന്നെ അവരെ അടിച്ചൊതുക്കിയ രീതികൾ. കാരണം ഇറാൻ്റെ ഭാഷ്യം അനുസരിച്ച് ഈ പ്രൊട്ടസ്റ്റ് നടത്തിയിരിക്കുന്ന ആളുകൾ, ഈ അൺറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളൊക്കെ മൊസാദ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റുകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ഇറാൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് US യുദ്ധത്തിലേക്ക് വരുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ട്, പൊതുവിലുണ്ട്, അമേരിക്കയിലുണ്ട്. ടക്കർ കാൾസനൊക്കെ പോലെയുള്ള ആളുകൾ വളരെ വോക്കലായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജെഫ്രി സാച്ചിനൊക്കെ പോലെയുള്ള അനലിസ്റ്റുകൾ, കമൻറ്റേറ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു കാരണം ആദ്യമൊക്കെ ഇസ്രായേൽ അല്ലെങ്കിൽ സാനിസ്റ്റ് ലോബി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആൻറ്റിസെമിറ്റിസം പോലെയുള്ള കാർഡുകൾ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു US-ൽ. അങ്ങനെയാണ് അവരുടെ ഒരു പബ്ലിക് ഡിസ്കോഴ്സ് അവർ മാനേജ് ചെയ്തിരുന്നത് US-ലേത് അങ്ങനെയായിരുന്നു, ആൻറ്റിസെമിറ്റിസം കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അത് അത്ര വർക്കാവുന്നില്ല. പല മീഡിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും അവർക്കെതിരെ തന്നെ ഈയൊരു പിന്നെ ഇസ്രായേലിൻ്റെ രീതികളെ നമ്മൾ ആ ഒരളവിൽ പിന്നെ ബൈ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ പോപ്പുലറായിട്ട് അവിടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണലി കുറേ പ്രശ്നങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് മുൻ പ്രതിരോധ മന്ത്രി വി ഹാവ് എ ലയർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിനെ, കാരണം October 7 നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടല്ല നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു പിന്നെ 1200ഓളം ഇസ്രായേലികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന October 7 സംഭവം, അത് പിന്നെ ഗവൺമെൻറ് ഏജൻസികളല്ലാതെ സെക്യൂരിറ്റി സൈഡിൽ നിന്ന് കൊണ്ട് മാത്രം അതിൽ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം വ്യാപകമായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ 2 ദിവസം മുമ്പ് നടന്ന നെസറ്റിൽ, അവരുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അൾട്ടിമേറ്റ്ലി ട്രംപ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അവ്യക്തതയുണ്ട്. നമ്മൾ പറയുന്ന രീതിയിലേക്ക് ആ തീരുമാനങ്ങൾ വരും എന്നെനിക്ക് പിന്നെ സാധ്യത കാണുന്നില്ല എന്നുള്ള ഒരു സൂചന അദ്ദേഹം നെസറ്റിന് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ പുറമെ US അനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള അനുഭവക്കുറവാണ്. പരിജ്ഞാനക്കുറവ് US-നെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. നിലവിൽ പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ
അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻഎക്സ്പീരിയൻസ്. പക്ഷേ US ധാരാളം ബേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ? അതാണ്, അവരുടെ ബേസുകൾ അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിനെ ഡീല് ചെയ്യുന്നതിൽ ബേസുകൾ ഉണ്ടായിരിക്കെ പോലും മിഡിൽ ഈസ്റ്റിലുള്ള ആക്ടേഴ്സിനെ പവർ ഇക്വേഷൻസ് ഡീല് ചെയ്യുന്നതിൽ US എല്ലാ കാലത്തും ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഈ സർക്കിളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫോർമൽ അഗ്രിമെൻറ്റ്സ്, സൈൻ ഓൺ പേപ്പറിന് മുകളിലുള്ള ഒപ്പുവെക്കൽ, ഡീലുകൾ, ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ഈ സാധനങ്ങളൊക്കെയാണ് US സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമൽ അലയൻസിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. അതായത് ഷെയർഡ് വാല്യൂസിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പം നാറ്റോ ആലൈസ് ഒക്കെ രൂപീകരിക്കപ്പെടുന്നത് പോലെ യൂറോപ്പിൻ്റെയും US ഒക്കെ ഇടയിൽ നടക്കുന്ന ഇക്വേഷൻസ് ഒക്കെ പോലെ വളരെ ഫോർമലായിട്ടുള്ള ഡീൽസ് കഴിഞ്ഞാൽ എല്ലാമായി ഓൺ ദ പേപ്പർ എന്തൊക്കെയാണോ പേപ്പറിൽ എന്തൊക്കെയാണോ അതൊക്കെ പ്രയോഗത്തിൽ വരും എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല കാര്യം. ഷെയർഡ് ത്രെഡ്സ് ആണ് അവരുടെ പ്രശ്നം. ഷെയർഡ് വാല്യൂസിലല്ല മിഡിൽ ഈസ്റ്റ് ഊന്നുന്നത്, ഷെയർഡ് ത്രെഡ്സിലാണ് അവർ. അതായത് US വെസ്റ്റേൺ ലോജിക്കിലല്ല മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ നടക്കുന്നത്. മിഡിൽ ഈസ്റ്റിന് ഒരു ഡിഫറെൻറ്റ് ലോജിക്ക് ഉണ്ട്. ആ ലോജിക്കിലാണ് അവർ വർക്ക്. ഇപ്പോൾ ഉദാഹരണം ഹമാസ് സുന്നിയാണ്, ഇസ്ലാമിസ്റ്റാണ്. ഇവിടെ ഇപ്പുറത്ത് ഇറാൻ ഷീയാണ്. ഇവർ തമ്മിൽ ബിറ്റർ എനിമീസ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ബദ്ധവൈരികളാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ആവശ്യമുള്ള സമയത്ത് ആവശ്യമല്ല, നിലവിൽ ഭയങ്കര എന്താ പറയുക ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈജിപ്തും തുർക്കിയും ഈജിപ്ത് ബ്രദർഹുഡിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഉർദുഗാൻ ബ്രദർഹുഡിൻ്റെ ഒരു പാറ്റേണായിട്ട് വരുന്നു, ഒരു മുസ്ലിം ഖലീഫ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരും. അവർ തമ്മിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഡീലുകൾ നോക്കൂ. പിന്നെ സൗദി അറേബ്യയും തുർക്കിയും അവർ ചരിത്രപരമായിട്ട് തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുള്ള അല്ലെങ്കിൽ ശത്രുതയുള്ള രാജ്യങ്ങളാണ് പല രീതിയിലും, ഒട്ടോമൻ കാലം മുതലേ ഉള്ള. അത് മറികടന്ന് അവർ F-35 ഡെവലപ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ധാരണയാകുന്നു. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബയലാറ്ററലി അവർ പ്ലാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ടുകളെ മറികടക്കാൻ വളരെ പെട്ടെന്ന് തന്നെ അലയൻസുകൾ റീഅറേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നടത്തിയ അലയൻസ് പാക്റ്റ്, കോംപ്രഹെൻസീവ് ഡിഫൻസ് പാക്റ്റ്, അതായത് സൗദിയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആക്രമിച്ച പോലെയും തിരിച്ചു വന്നു. അതൊക്കെ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി വലിയ റിപ്പിൾസാണ് ഈ സമവാക്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. US സംബന്ധിച്ചിടത്തോളം അവരുടെ വേഗത, അവരുടെ ലോജിക്, അവരുടെ എന്താ പറയുക പേഷ്യൻസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ലെവലാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഡിഫറെൻറ്റ് ലെവലാണ്. അപ്പം വെസ്റ്റിൻ്റെ ഈ ലോജിക്കും ഈ അസംഷൻസും വെച്ചിട്ട് ഇറാനുമായിട്ട് നെഗോഷിയേഷന് പോയാലുണ്ടാകുന്നൊരു പ്രശ്നം, ഇത് രണ്ടും തമ്മിൽ കോഹറൻ്റായി വരണമെന്നില്ല എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഖാംനെയ് 1981 മുതൽ 89 വരെ പ്രസിഡൻ്റാണ്, ഇറാൻ്റെ പ്രസിഡൻ്റാണ്. 89 മുതൽ ഹുമൈനിയുടെ നിര്യാണ ശേഷം സുപ്രീം ലീഡറാണ്. 79 കാസറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നത് മുതൽ അതിന് മുമ്പും അതിന് ശേഷവും ഷൂറയിലെയും മജ്ലിസിലെയും ഒക്കെ അംഗമായിരിക്കെ അദ്ദേഹം ഇറാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലെയും സെൻട്രൽ ഫിഗറുകളിൽ ഒരാളാണ്. അപ്പോൾ ഏകദേശം ഒരു 50 വർഷത്തെ പാരമ്പര്യം മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം. ഇപ്പുറത്ത് ജാരഡ് കുഷ്നർ, വിറ്റ്കോഫ്, ഇവർക്കൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള പരിചയം എന്താണ്? അപ്പോൾ ഇവരൊരു ടേബിളിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നിലവിൽ എന്താ പറയുക, നമുക്ക് ഈ ചർച്ചയിലും കാണാൻ പറ്റും. ഇസ്രായേലിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ US ഈ യുദ്ധത്തിന് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇടപെടാൻ കൂടുതൽ തയ്യാറാവുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഇറാൻ എന്നുള്ളൊരു രാജ്യം അതിൻ്റെ ഒരു നിലവിലുള്ള സ്ട്രെങ്ത്തിൽ റീജിയണിൽ നിലനിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ബേസുകളുടെ ആവശ്യം എന്താ ഇവിടെ? അതായത് തൊട്ട് മുമ്പ് വരെ, ഒരു 10 വർഷം മുമ്പ് വരെ ഇറാൻ
ഈ അറബ് രാജ്യങ്ങളുടെ, അറബ് മെയിൻലാൻഡിലുള്ള രാജ്യങ്ങൾ, സൗദി, UAE, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു ത്രെട്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ആയിരുന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു കൺസേൺ ആയിരുന്നു. ഇറാനുണ്ട് ബാലിസ്റ്റിക് മിസൈൽ, കോണ്ടിനെന്റൽ മിസൈലുകളൊക്കെ കയ്യിലുള്ള ഇറാൻ അപ്പുറത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് US-ന്റെ ബേസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ബേസിനെ അനുമതി കൊടുക്കുക, ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്ര ലോങ് ടേമിലേക്കുള്ള അവരുടെ ഒരു ജനറേഷണൽ സർവൈവലിനെ കുറിച്ചാണ് മിഡിൽ ഈസ്റ്റ് ആ ഒരു പോയിന്റിൽ ആലോചിക്കുന്നത്. US ആണെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ നീക്കങ്ങൾ. ഇപ്പം ഇന്നലെ തന്നെ ഇപ്പം 12 ഡേ വാറിൻ്റെ ഇടയിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് പോകുന്നു. ഒരു ഫേസ് ലിഫ്റ്റിംഗ് മാത്രമാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഫാക്ടറുകളാണെങ്കിലും ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വീശാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പം ബങ്കർ ബസ്റ്റർ ബോംബിട്ടു. ഇപ്പോൾ IAEA, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി, അവർ പിന്നെ ഇറാനിലെ ആറ്റോമിക് അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം ക്ലോസ്ലി മോണിറ്റർ ചെയ്തിരുന്ന ആളുകളാണ്. അവർ നിലവിൽ പിന്നെ മോണിറ്റർ ചെയ്യാൻ സമ്മതം വീണ്ടും ചോദിച്ചപ്പോൾ ഇറാൻ അവരോട് പറയുന്നത്, അമേരിക്ക US പിന്നെ ബോംബ് വർഷിച്ച സ്ഥലങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള പ്രോട്ടോകോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല, പ്രോട്ടോകോൾ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം ഇറാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല, നമ്മൾക്കിത് ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഇപ്പോഴും എക്സ്പ്ലോഡ് ചെയ്യാതെ കിടക്കുന്ന പിന്നെ ബോംബുകൾ അതിലുണ്ട്. B2 B5 കാറ്റഗറിയിൽപ്പെട്ട സാങ്കേതികത എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ബോംബ് അവിടെ ഉണ്ട്, അത് എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ പറ്റും. ഇപ്പം റഷ്യ അത് ചെയ്തിട്ടുണ്ട്, ലിബിയയിലാണെന്ന് തോന്നുന്നു. എന്തായാലും അമേരിക്കയുടെ ഒരു ബോംബ് അവരുടെ കയ്യിൽ കിട്ടുകയും അവരത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് അതിൻ്റെ സാങ്കേതികത്വം പഠിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവർക്കും ഇത് സാധ്യതയാണ്, റിവേഴ്സ് എഞ്ചിനീയറിംഗുള്ള സാധ്യതയാണ്. ഇന്നലെയാണ് അബ്ബാസ് അറാഖ്ചി അത് പറയുന്നത്, പിന്നെ ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാത്ത ചില ബോംബുകൾ നമ്മുടെ കൈകളിലുണ്ട് അല്ലെങ്കിൽ സെൻറ്ററുകളിലുണ്ട്. പിന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇറ്റ്സ് ടു മച്ച് ടെക്നിക്കൽ. അപ്പം നോർമലി ഒരു നെഗോഷിയേഷൻ ടേബിളിൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ കണ്ടീഷൻസ് ഉണ്ട്, പരിമിതപ്പെടുത്തലുകളുണ്ട്. ഇതൊക്കെ മറികടക്കാവുന്ന തരത്തിലുള്ള പിന്നെ എന്താ പറയുക ടെക്നിക്കാലിറ്റീസ് ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള ചില നിരീക്ഷകർ പറയുന്നത്. അതായത് ഇറാനെ ഈ നിയന്ത്രണങ്ങളൊക്കെ മറികടക്കാൻ ഈ ടെക്നിക്കാലിറ്റീസിലൂടെ കഴിയുമെന്നുള്ളതാണ്. പിന്നെ US ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സമ്പുഷ്ടീകരിച്ച യുറേനിയം പുറത്തേക്ക് പ്രോക്സികളെ സഹായിക്കുന്ന നിർത്തുക, പിന്നെ മിസൈലുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, ദൂരപരിധി കുറക്കുക എന്നുള്ളതാണ്. അത് ഇതിനർത്ഥം പൂർണ്ണമായിട്ട് US-ന് ഇറാൻ കീഴടങ്ങുക എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 ദിവസമായി സുപ്രീം ലീഡറുടെ ചില അഡ്രസ്സുകൾ, ഇറാനിയൻ ജനതയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില അഡ്രസ്സുകളുണ്ട്. ആ അഡ്രസ്സുകളിലൊക്കെ അത് സൂക്ഷിച്ച് നമുക്ക് മനസ്സിലാവും, അവരുടെ പോരാട്ട വീര്യത്തെ ഇൻസൈറ്റ് ചെയ്യുന്ന, നമ്മൾ തോറ്റുപോയേക്കാം പക്ഷേ ആരുടെ മുമ്പിലും മുട്ടുമടക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ റെട്ടറിക്കലായിട്ടുള്ള ആളുകൾക്ക് ആത്മധൈര്യവും ഒരു യുദ്ധത്തിന് നമ്മൾ ഒരുക്കമാണ് എന്നുള്ള ഒരു ഫീലൊക്കെ കൈമാറുന്ന തരത്തിലുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ സൈനിക മേധാവികൾ ചർച്ചയുടെ ഭാഗമായിട്ട് വരാറില്ല. പക്ഷെ ഇത്തവണ ചർച്ചയിൽ സൈനിക മേധാവി നേരിട്ട് പങ്കെടുക്കുന്നു. അതൊരു യുദ്ധ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ഒരു തിയേറ്ററിക്സിൻ്റെ ഭാഗമായിട്ട് നടക്കുക. ബ്രാഡ് കൂപ്പറാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ആൾ, അതായത് സെൻട്രൽ കോമിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ബ്രാഡ് കൂപ്പറാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നടന്നത്, അദ്ദേഹം വന്നതിന് ശേഷം ഇറാൻ റെഡ് ഫ്ലാഗ് ഉയർത്തി, ഞങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ ഡയറക്റ്റ് ആയിട്ട് വേണ്ട, ഞങ്ങൾ ആദ്യം നിങ്ങളുമായിട്ട് കൂടിയിരിക്കാം, നിങ്ങൾ അവരുമായിട്ട് കൂടിയിരുത്തിട്ട് പിന്നെ അങ്ങനെ ചർച്ച മുന്നോട്ട് പോകാം എന്ന് ഇറാനാണ് മുന്നോട്ട് വെക്കുന്നത്, ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബുസൈദുമായിട്ട്. അപ്പോൾ ബ്രാഡ് കൂപ്പർ ഒരു അഡീഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാരദ് കുഷ്ണർ അല്ലെങ്കിൽ വിറ്റ്കോഫ് അവർക്ക് ഉള്ളതിനേക്കാളൊരു പക്ഷേ ഈ റീജിയണിൽ ഈ ബ്രാഡ് കൂപ്പറെ കുറിച്ച് അദ്ദേഹം ഇറാഖ് അധിനിവേശ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അനുഭവമുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് എനിക്കത് തോന്നിയത്, അദ്ദേഹത്തെ സപ്ലിമെന്റ് ചെയ്യാനുള്ള സൈനിക രീതിയിൽ. പക്ഷെ അദ്ദേഹം യൂണിഫോമിലൊക്കെയാണ് വന്നത്, മെഡലുകളൊക്കെ അണിഞ്ഞാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് ഇപ്പുറത്തുനിന്ന് ഒബ്ജക്ഷൻ ഉയർത്തുകയും ചെയ്തത്.
എന്തായാലും പിന്നെ ഇതൊരു തിയേറ്ററിക്സ് ആണ്. അതായത് ചർച്ചയിൽ ഒരു എക്സ്ട്രാ ലെവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫ്ലീറ്റുകളെയും ഇങ്ങോട്ട് അയക്കുന്നത്. ഇത്ര അതിൻ്റെ കപ്പാസിറ്റികളൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്ന തരത്തിൽ ഇതാ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾക്ക് ഇത് ഇല്ലാതായി കളയാൻ പറ്റുമെന്ന്. പക്ഷെ അതൊന്നും സാധ്യമല്ല. പിന്നെ വേറൊന്ന് റെജീം ചേഞ്ച് എന്നുള്ള റെജീം ചേഞ്ച് US സംബന്ധിച്ചിടത്തോളം റെജീമിനെ ചേഞ്ച് ചെയ്തിട്ട് ഡേ ആഫ്റ്റർ പ്ലാൻ എന്താണ്? ഇപ്പോൾ ഇറാഖിൽ നടന്നതുപോലെ ഇറാഖിനെ അധിനിവേശപ്പെടുത്തി, എന്നിട്ട് എന്താണ് അവിടെയുള്ള എണ്ണകളൊക്കെ കുറച്ച് കൊണ്ടുപോയി എന്നുള്ളത് മാറ്റിയാൽ നഷ്ടമാണ്. അല്ല, എണ്ണ അവരെ അധീനപ്പെടുത്തി എന്നുള്ളത് ഒരു പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ട് ചില ട്രേഡ് ഡീലുകളിലൂടെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത്രയും സൈനികരെ ബലിയർപ്പിച്ച്, അത്രയും ഇൻവെസ്റ്റ് ചെയ്ത്, അത്രയും എനർജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം അവിടെ വന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഇറാൻ്റെ ഏകദേശം ഒരു പ്രോക്സി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൂരി അൽ മാലിക്കിയുടെ ഗവൺമെൻറ് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രദേശത്ത് എങ്ങനെ ആക്ട്, ഇപ്പോൾ ഇവരെ റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഡേ ആഫ്റ്റർ പ്ലാൻ എന്താണ്? യുദ്ധം കഴിഞ്ഞിട്ട് എന്താണ്? അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്ലാനുകളില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സംഭവിച്ചാൽ മതി. കാരണം അവരുടെ ഇമ്മീഡിയറ്റ് ത്രെട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു കാര്യം ആ ഒരു പോയിന്റിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു വരുന്നത് യുദ്ധ സാഹചര്യം എന്ന് പറയുന്ന ഒരു നാടകമാണ്. നിലവിൽ അതങ്ങനെ കാണാൻ കഴിയുള്ളൂ. കാരണം നിലവിൽ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് പോയാൽ അതിൻ്റെ റിപ്പർക്കേഷൻസ്, അതിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഇറാനിൽ ഒതുങ്ങുകയോ ഒന്നും ചെയ്യുന്നൊന്നായിരിക്കില്ല. ഇസ്രായേലിന് പോലും ഒരു പക്ഷേ നിലനിൽപ്പുണ്ടാവാനുള്ള സാധ്യത ഒരു പക്ഷേ വിരളമായിരിക്കും. അങ്ങനെ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് US ഇറാനെതിരെ പോവുകയാണെങ്കിൽ GCC രാജ്യങ്ങളെ അത് സാരമായി ബാധിക്കും, ലോക ക്രമത്തെ ബാധിക്കും, ട്രേഡിനെ ബാധിക്കും, ലോകത്ത് വലിയ അളവിൽ പണപ്പെരുപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, ഓയിൽ എനർജി സെക്ടറുകളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള വലിയ അളവിലുള്ള ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന യുദ്ധമാണെങ്കിൽ, അപ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും അനലൈസ് ചെയ്യാതെ അവരെങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കൂല. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് പോകും. യുദ്ധത്തിലേക്ക് വന്നാൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. നമുക്ക് ഭാവി എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പക്ഷേ ഇതൊരു ധാരാളം ഉൾക്കാഴ്ച നൽകുന്നൊരു വിശകലനമാണ് ആഷിഖ് നടത്തിയത്. നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശരി.